വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ഒരു കുഞ്ഞ് ഓണം സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ വീഡിയോസ് ആയിരിക്കും, കുഞ്ഞു വീഡിയോസ് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടും അപ്പോഴൊക്കെ നിങ്ങൾക്കൊരു അപ്ഡേറ്റ് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി അധികം സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്ഷനാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം മേക്കപ്പ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഡാമേജ് സംഭവിക്കുമോ അങ്ങനെയൊന്നും നമുക്ക് ആവില്ല. പക്ഷേ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു റൂട്ടീനാണ്. അപ്പോൾ ഈ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞ സംഭവം ഏത് ജെൻഡർകാർക്കും അതുമാത്രമല്ല ഏത് പ്രായത്തിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു CTM റൂട്ടീനായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. അപ്പോൾ ഈ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്ങിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീൻ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു 4 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രോഡക്റ്റും കൂടെ അഡീഷണലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണത്. പിന്നീട് ഞാൻ എടുത്തു പറയുകയാണ്, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു പ്രോഡക്ട്സും സ്പോൺസേർഡ് അല്ല. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചിരുന്ന പ്രോഡക്ട്സ് മാത്രമല്ല വേറെയും അഡീഷണൽ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മേക്കപ്പ് റിമൂവർ ആൻഡ് രണ്ടാമത്തത് നമ്മുടെ നോർമൽ ക്ലെൻസർ. വേറെ രീതിക്ക് പറയണമെങ്കിൽ ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ അല്ലെങ്കിൽ ഒരു വാട്ടർ ബേസ്ഡ് ക്ലെൻസർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറ്റുന്ന പോലെ നമ്മൾ ഡെയിലി ഫേസ് വാഷ് ചെയ്യാൻ സമയത്ത് ഡബിൾ ക്ലെൻസിങ് തന്നെ ചെയ്യാൻ നോക്കണം. ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പോൾ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോഴോ അതല്ല ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ടേ നമ്മൾ ഫേസ് നോർമൽ ക്ലെൻസറിൽ വാഷ് ചെയ്യാവുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ക്ലെൻസിങ് ബാം യൂസ് ചെയ്യാം, ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യാം, മൈസലാർ വാട്ടർ യൂസ് ചെയ്യാം. കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈസലാർ വാട്ടർ ആയിരിക്കും കുറച്ചും കൂടി അഫോർഡബിൾ. കുറച്ചും കൂടി ഒരു എമൗണ്ട് കൂട്ടാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലെൻസിങ് ബാം വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ സ്കിന്നിന് കൂടുതലും നല്ലത്, എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്ലെൻസിങ് ബാം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതിനോടൊപ്പം നല്ലൊരു ക്ലെൻസിങ് ബാം എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ബാമിനെ കുറിച്ച് പറയും. ഇത് ജസ്റ്റ് കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മേക്കപ്പ് കാണും. അപ്പോൾ അതിൽ മേക്കപ്പോ സൺസ്ക്രീനോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അല്പം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇമൾസിഫൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് എപ്പോഴും ഒരു റീയൂസബിൾ ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് നമ്മൾ ക്ലെൻസിങ് ബാം യൂസ് ചെയ്ത് ഫേസ് വൈപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബോഡി വാഷോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് ഇടണം. പിന്നീട് ക്ലെൻസിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ അതൊന്നുമല്ല, നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ്. അപ്പോൾ ഈ ഒരു ക്ലെൻസർ ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാം. ഈവൻ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് പോലും ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. അപ്പോൾ CTMൻ്റെ C കഴിഞ്ഞു, ഇനി T, ടോണിംഗ്. അപ്പോൾ ടോണിങ്ങിന് വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടോണറാണ്. ഇതൊരു റോസ് വാട്ടർ മിസ്റ്റ് ആണ്. കപ്പീവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റോസ് വാട്ടർ ടോണറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട്, സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ട്, ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട്, പിമ്പിൾ ക്ലിയറിംഗ് ടോണേഴ്സ് കാണും. അങ്ങനെ ഒത്തിരിയും ടോണേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല.
അതിന് പകരം നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കപ്പീവയുടെ ടോണർ ആയിരുന്നല്ലോ, അതല്ല നോർമൽ ഒരു റോസ് വാട്ടർ, ഇപ്പൊ ഗുലാബറിയുടെ റോസ് വാട്ടർ അവൈലബിൾ ആണ്. അങ്ങനത്തെ നോർമൽ ടോണേഴ്സ് ആണെങ്കിലും പ്രശ്നമില്ല. നോർമൽ പാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ പാഡ് യൂസ് ചെയ്യാം, കോട്ടൺ യൂസ് ചെയ്യാം. അതല്ല എന്തായാലും നമ്മളൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൈകളെല്ലാം നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഫേസിലേക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ടോണറാണ്. അത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിരിക്കും. ക്ലെൻസിങ്ങിന് ശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ ഓപ്പൺ പോർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാനും സഹായിക്കും. ഇനി അടുത്തതായിട്ട് CTM റൂട്ടീൻ്റെ M, ദാറ്റ് ഈസ് മോയ്സ്ചറൈസിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെയധികം കോംപ്ലിക്കേറ്റഡും ആവാം, വളരെയധികം സിമ്പിളും ആകാം. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സീറം അപ്ലൈ ചെയ്തിട്ടാണ് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സീറം വേണ്ട എന്ന് തോന്നുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറം അപ്ലൈ ചെയ്യേണ്ട. ഇപ്പോൾ എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ്, ഒത്തിരിയും ഭയങ്കര ആക്നി ഇഷ്യൂസ്, ഭയങ്കര പിമ്പിൾ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സീറമോ ക്രീമോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് നോക്കണം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത് വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ എമലിൻ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. എമലിൻ ക്രീമും ഒത്തിരിയും ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്രീമാണ്. നമുക്ക് ഫാർമസിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ക്രീമാണ്. വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇപ്പോൾ അതല്ല എന്നുണ്ടെങ്കിലും സെറ്റാഫിലും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ സെറ്റാഫിലിനെയും കാട്ടിലും കുറച്ചും കൂടി അഫോർഡബിൾ ആണ് എമലിൻ ക്രീം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മളൊരു മോയ്സ്ചറൈസർ നമുക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം നമ്മൾ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതല്ല ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് അല്ലെങ്കിൽ ഒരു ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്, ഇതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഡ്രൈ ആണെങ്കിൽ ക്രീം ബേസ്ഡ്, ഓയിലി കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ്. അപ്പോൾ CTM റൂട്ടീൻ്റെ ക്ലെൻസിങ് കഴിഞ്ഞു, ടോണിങ് കഴിഞ്ഞു, മോയ്സ്ചറൈസിങ് കഴിഞ്ഞു. വളരെ ബേസിക് ആയിട്ടുള്ള പ്രോഡക്ട്സും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇതുവരെ പറഞ്ഞു തന്നത്. ഇനി 4th സ്റ്റെപ്പ്, അതായത് ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. സൺസ്ക്രീൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ സൺസ്ക്രീൻ വളരെയധികം അത്യാവശ്യമാണ്. എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുക. അതിനൊരു ബ്രേക്ക് കൊടുക്കരുത്. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുവാണെങ്കിൽ പോലും നമ്മൾ രാവിലെ ഫേസൊക്കെ വാഷ് ചെയ്ത് നമ്മൾ ടോണറൊക്കെ യൂസ് ചെയ്ത് മോയ്സ്ചറൈസിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലിരിക്കുവാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നീട് എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ പർച്ചേസ് ചെയ്യാൻ സമയത്ത് ശ്രദ്ധിക്കുക, അതൊരു SPF 50 ആയിരിക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ജെല്ലാണ്. ഇത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ജെല്ലാണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും വരത്തില്ല, നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഓയിലി ഒന്നും ആക്കത്തില്ല, വളരെ നോർമലായിട്ടേ വെച്ചിരിക്കുള്ളൂ. നമ്മൾ എത്രമാത്രം എക്സ്പെൻസീവ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം കറക്റ്റായിട്ട് ഒരു ദിവസം 2 നേരം വെച്ച് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സൺസ്ക്രീൻ നമ്മൾ നൈറ്റ് ടൈമിൽ നമ്മൾ സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡേ ടൈമിൽ ഈ 4 സ്റ്റെപ്സും നൈറ്റ് ടൈമിൽ ഈ ഒരു 3 സ്റ്റെപ്പും കൂടി സൺസ്ക്രീൻ ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റെപ്സും ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെയും അതുകൂടാതെ വേറെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി എല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നീട് വീണ്ടും ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ഒരു പ്രോഡക്ട്സും സ്പോൺസേർഡ് അല്ല. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.